ഹലോ, ഒരു സംരംഭം തുടങ്ങുന്നവർക്ക് അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമായ 7 കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇതിൽ നിങ്ങളോട് പറയുന്നത്. മുൻകാലങ്ങളിലൊക്കെ പലരും എന്തെങ്കിലും അവർക്ക് തോന്നിയ ഒരു ആശയം വെച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സംരംഭങ്ങൾ തുടങ്ങി കോടികൾ നഷ്ടപ്പെട്ടിട്ടുള്ളവരുണ്ട്. അപ്പോൾ ഒരറിവ്, ശരിയായ ചില അറിവുകളും മാർഗനിർദ്ദേശങ്ങളും നിങ്ങളെ വലിയ നഷ്ടങ്ങളിൽ നിന്ന് രക്ഷിക്കുകയും കൃത്യമായ രീതിയിൽ ചുവട് വെക്കുവാൻ സഹായിക്കുകയും ചെയ്യും. അതുകൊണ്ട് അതിനായിട്ട് ഇറങ്ങി പുറപ്പെടുക. ചില ആളുകളുണ്ട് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എല്ലാ അറിവും നേടി, പുറത്തിറങ്ങാതെ മുഴുവൻ അറിവും നേടി പൈസ ഉണ്ടാക്കുക എന്ന് ചിന്തിക്കുന്നവരുണ്ട്. നടക്കുന്ന കേസല്ല അത്. അപ്പോൾ നിങ്ങൾ 1 വർഷം ഒരുക്കപ്പെടണമെന്നാണ് ഞാൻ പറയുന്നത്. 1 വർഷം ഒരു സംരംഭത്തിനായി ഒരുക്കപ്പെട്ട് പരിശീലനങ്ങൾ നേടി എടുപ്പുകൾ നടത്തി ഇനി ശേഷം നിങ്ങൾ തുടങ്ങിയാൽ മതിയാവും. അതിന് മുമ്പ് തുടങ്ങാൻ പറ്റുമെങ്കിൽ തുടങ്ങുക, അതിന് കുഴപ്പമില്ല. പക്ഷേ 1 വർഷം എങ്കിലും അതിന് ഒരുക്കപ്പെടലിനെടുക്കുന്നത് നല്ലതാണെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ പറഞ്ഞ പല ആളുകളും പറയുന്നുണ്ട് എനിക്കൊരു സംരംഭം തുടങ്ങണമെന്നുണ്ട്, പക്ഷേ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ഒന്നാമതായിട്ട് ഞാൻ പറയാം, നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോകളിൽ 300ഓളം വീഡിയോകളുണ്ട്. അതിനകത്ത് പല വീഡിയോകളിലും ഒരു സംരംഭകൻ്റെ തുടങ്ങാനുള്ള പല ആശയങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ ലോകത്തിൽ അനവധി ഉൽപ്പന്നങ്ങളുണ്ട്, വളരെ സ്പെഷ്യലൈസ്ഡ് ആയ ഉൽപ്പന്നങ്ങളുണ്ട്. അതൊന്നും ആദ്യമായിട്ടൊരു സംരംഭത്തിന് ഇറങ്ങുന്നയാൾ അതൊന്നും ഇറങ്ങി പുറപ്പെടേണ്ട കാര്യമില്ല. ആദ്യമായ ഒരു സംരംഭത്തിന് ഇറങ്ങുന്നയാൾ സാധാരണഗതിയിൽ എല്ലാ മനുഷ്യർക്കും ഉപയോഗിക്കുന്ന സാധനങ്ങളുമായി ബന്ധപ്പെട്ട് അയാൾക്ക് ചെയ്യാൻ എളുപ്പത്തിൽ കഴിയുന്ന ഒരു ഉൽപ്പന്നം തിരഞ്ഞെടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അതിന് നിങ്ങൾക്ക് ചെയ്യേണ്ട 7 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. 1, നിങ്ങളൊരു ട്രെയിനിങ്ങിന് പോവുക. നിങ്ങളുടെ മനസ്സിൽ ഈ വീഡിയോകളെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളുടെ മനസ്സിൽ ഒരാശയം കാണും, ഇന്ന ദിശയിൽ പോയാൽ എങ്ങനെയാണ്, അല്ല ഏതെങ്കിലും ഒരു കാര്യത്തോടൊരു താല്പര്യം കാണും. ആ മേഖലയിൽ ഫോർ എക്സാമ്പിൾ ഒരു കോക്കനട്ട് പ്രോഡക്ട്സ്, തേങ്ങയിൽ നിന്നുള്ള എന്തെങ്കിലും ഒരു ഉൽപ്പന്നം ചെയ്യാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഏരിയയിൽ തേങ്ങ കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അതിനായിട്ടുള്ള കോക്കനട്ട് ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ ട്രെയിനിങ് സെൻ്ററുണ്ട്. ഒരു നിശ്ചിത ഫീസ് കൊടുത്താൽ അവിടെ ഒരു 4-5 ദിവസത്തെ ട്രെയിനിങ്ങിൽ അറ്റൻഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ മേഖലയിൽ നിന്നുള്ള അനവധി അറിവുകൾ നിങ്ങൾക്ക് കിട്ടും. അല്ലെ റബ്ബർ പ്രോഡക്ട്സ്, അതിനുള്ള ട്രെയിനിങ് റബ്ബർ ബോർഡിൻ്റെ ട്രെയിനിങ് സെൻ്ററുണ്ട്. അതുപോലെ കയർ പ്രോഡക്ട്സ്, കയറിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള ട്രെയിനിങ് സെൻ്ററുണ്ട്. അല്ലെങ്കിൽ വാഴപ്പഴത്തിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള ട്രെയിനിങ് സെൻ്ററുണ്ട്. അതുപോലെ ചെറിയ ഫീസ് അടയ്ച്ച് നമുക്ക് മത്സ്യങ്ങളെക്കുറിച്ചുള്ള ട്രെയിനിങ് സെൻ്ററുണ്ട്. ഇതിലെല്ലാത്തെയും കുറിച്ച് തന്നെ ഞാൻ ഈ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോകൾ കാണുക. അതിനകത്ത് തന്നെ ഫ്രീ ആയിട്ട് നമുക്ക് ട്രെയിനിങ് തരുന്ന സ്ഥാപനങ്ങളുണ്ട്, അതേക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഫീസ് അടച്ച് നല്ല ഫീസ് കൊടുത്തുമൊക്കെ പഠിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് സൗജന്യമായി പോലും ഗവൺമെൻറ് പണം മുടക്കി ട്രെയിനിങ് നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട്. അതേക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നമുക്ക് ഏകദേശം അനുയോജ്യമെന്ന് തോന്നുന്ന ഒരു മേഖല തിരഞ്ഞെടുത്തുകൊണ്ട് അതിനൊരു ട്രെയിനിങ്ങിന് പോവുക. ദീർഘകാലത്തെ ട്രെയിനിങ്ങൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. 2 മുതൽ 5 ദിവസം വരെയൊക്കെയുള്ള ട്രെയിനിങ്ങുകൾ, അതിൽ പങ്കെടുക്കുക. അങ്ങനെ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് അതുവരെ ഇല്ലാതിരുന്ന അനവധി ഐഡിയകൾ കിട്ടും. അതിൽ നിന്ന് ആ കിട്ടുന്ന ഐഡിയകൾ അനുസരിച്ച് നിങ്ങൾ ഒരു ഉൽപ്പന്നം തിരഞ്ഞെടുക്കാനായിട്ടുള്ള ഒരു വ്യക്തത അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. കാരണം ആ പല ഉൽപ്പന്നങ്ങളെക്കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ അതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഇണങ്ങുന്നതാണെന്നൊരു ബോധ്യം നിങ്ങൾ വന്നിട്ട് ആ ഉൽപ്പന്നം നിങ്ങൾ തിരഞ്ഞെടുക്കാൻ സാധിക്കും. ഇനി അങ്ങനെ ഒരു ഐഡിയ വന്നു കഴിഞ്ഞാൽ തന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് പ്രോഡക്റ്റ് ഐഡൻറ്റിഫിക്കേഷനാണ്. ഏത് പ്രോഡക്റ്റാണ് തിരഞ്ഞെടുക്കേണ്ടതെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തണമെങ്കിൽ ആ തീരുമാനത്തിൽ എത്തുക എന്നുള്ളതാണ്. അങ്ങനെ തീരുമാനത്തിൽ ആദ്യം തന്നെ എത്താനായിട്ട് ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ കണക്കാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? അതിനകത്ത് നിങ്ങൾ പഠനം നടത്തേണ്ട പല കാര്യങ്ങളുണ്ട്. 1, ആ പ്രോഡക്റ്റിൻ്റെ റോ മെറ്റീരിയലിൻ്റെ അവൈലബിലിറ്റി.
അതിൻ്റെ റോ മെറ്റീരിയൽ ധാരാളമായി കിട്ടുന്ന സ്ഥലമാണ്. ഉദാഹരണത്തിന് തേങ്ങയുടെ ചകിരി തൊണ്ടുകൊണ്ട് ചകിരിയാക്കുന്ന യൂണിറ്റ് കേരള ഗവൺമെൻറ്റിൻ്റെ കയർ വകുപ്പ് വളരെ പ്രോത്സാഹനം നൽകുന്ന ഒരു സംരംഭമാണ്. അതിൻ്റെ മെഷീനറി വാങ്ങിയാൽ 50% വരെ സബ്സിഡി നൽകുന്നുണ്ട്. പക്ഷേ തൊണ്ട് ആവശ്യത്തിന് ഒരു ദിവസം 10,000 തൊണ്ടെങ്കിലും ശരാശരി അടിക്കണം. 5,000-ഓ 10,000-ഓ അത്രയും തൊണ്ട് കിട്ടാനോ ഒക്കുന്ന ധാരാളമായി കിട്ടുന്ന വലിയ വില കൂടുതലില്ലാതെ കിട്ടുന്ന സ്ഥലമായിരിക്കണം. അതുകൊണ്ട് മലപ്പുറം ഏരിയയിൽ ധാരാളം അങ്ങനെ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നുണ്ട്. അതുപോലെ റോ മെറ്റീരിയൽ ഈസി ആയിട്ട് അവൈലബിളായ ഒരു ഉൽപ്പന്നമായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ റോ മെറ്റീരിയൽ അവൈലബിലിറ്റി നമ്മൾ തിരഞ്ഞെടുക്കുന്നതാണ് മൂന്നാമത്തെ ഭാഗം. നാലാമത്തെ ഭാഗം എന്ന് പറയുന്നത് അതിനെക്കുറിച്ചുള്ള റോ മെറ്റീരിയൽ ഉണ്ട്, കിട്ടുമെന്ന് ഉറപ്പുവരുത്തി. ഇനി അതിൻ്റെ മാർക്കറ്റ് സ്റ്റഡി. നമ്മളിങ്ങനെ ഒരു ഉൽപ്പന്നവുമായി ചെന്നാൽ ആ ഉൽപ്പന്നം ഇന്ന് മാർക്കറ്റിലുണ്ടോ, ഒത്തിരി ഉള്ളതാണോ, ഉണ്ടെങ്കിൽ അതിൻ്റെ വില എന്താണ്, അതിൻ്റെ ക്വാളിറ്റി എന്താണ്, അതിൻ്റെ വില എന്താണ്, എത്ര കമ്പനിക്കാരത് ഇറക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ട് ഇറക്കുന്ന ഒരു ഉൽപ്പന്നമാണോ എങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ എളുപ്പമുണ്ട്. ആദ്യമായിട്ട് ഇറക്കുന്ന ഉൽപ്പന്നമാണ്, എളുപ്പമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ആളുകളെ പരിചയപ്പെടുത്തിയാൽ അത് നല്ലൊരു മാർക്കറ്റിലേക്ക് ഒരു പുതിയ ഇൻ്റർവെൻഷൻ ആണെങ്കിൽ, അതിനകത്ത് ആളുകളെ പരിചയപ്പെടുത്തിയാൽ ആളുകൾക്ക് ഉപകാരമുള്ളതാണെങ്കിൽ നല്ലപോലെ വിൽപ്പനയ്ക്കുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ നിലവിലുള്ള ഉൽപ്പന്നമാണെങ്കിലും അതിൻ്റെ ഒരു വ്യത്യസ്തമായ അതിൻ്റെ നിലവിലുള്ളവയുടെ ക്വാളിറ്റി വില മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഒരു ഉൽപ്പന്നത്തിൻ്റെ ഒരു ക്വാളിറ്റി, നല്ലൊരു ക്വാളിറ്റി നിശ്ചയിച്ച് അതിൻ്റെ ഒരു വിലയും നമ്മൾ കണക്ക് കൂട്ടുക. അപ്പോൾ ആ വില കണക്ക് കൂട്ടുമ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് നമ്മൾ നോക്കിയിട്ട് ഇന്നുള്ളതിനെ അപേക്ഷിച്ച് നമ്മളൊരു മാർക്കറ്റ് വില ഇട്ട് കഴിയുമ്പോൾ അതിനകത്ത് ന്യായമായ ഒരു മാർജിൻ അതിനകത്ത് കിട്ടുമോ എന്നൊക്കെ കണക്ക് കൂട്ടി നോക്കാം. അപ്പോൾ അങ്ങനെ മാർക്കറ്റ് സ്റ്റഡി നടത്തിയിട്ട് അതിന് ആവശ്യക്കാരുണ്ടോ, കടക്കാരുടെ പ്രതികരണം എന്താണ്. ഇനി കടക്കാരെ മാത്രം ആശ്രയിച്ചല്ല നമ്മൾ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കേണ്ടത്. കാരണം എനിക്കറിയാം ഇന്ന് കടക്കാരെ ആശ്രയിച്ചാൽ നല്ല നല്ല ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് ഇന്ന് വലിയ ഒരു വിപണി നമ്മുടെ മുമ്പിൽ ഏറ്റവും കൂടുതൽ ശക്തമായൊരു വിപണിയാണ് ഓൺലൈൻ മാർക്കറ്റ് എന്ന് പറയുന്നത്. നമ്മൾ നേരിട്ട് സാധനം ഓൺലൈൻ വഴി പരസ്യം കൊടുത്ത് നേരിട്ട് അയച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആമസോൺ വഴി വിൽക്കാം, മറ്റ് വിൽപ്പനയ്ക്കുള്ള ഏജൻസികളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് പരസ്യം കൊടുത്ത് അയച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഗുണമുള്ള ഉൽപ്പന്നങ്ങൾ കടക്കാരന് ചിലപ്പോൾ 45%, 50% വരെ കമ്മീഷൻ വേണം, അല്ലെ ലാഭം വേണം എന്നൊക്കെ പറയുന്നവർ കാണും. അതിന് വലിയ തുക അവിടെ വെക്കണമെങ്കിൽ തന്നെ കൊടുക്കേണ്ട ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും ഒരു പുതിയ ആളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ആരോഗ്യകരമാകണമെന്നില്ല. അതുകൊണ്ട് അയാൾക്ക് നേരിട്ട് മാർക്കറ്റിലേക്ക് ആളുകൾക്ക് നേരിട്ട് എത്തിക്കാൻ വേണ്ടി ഓൺലൈൻ മാർക്കറ്റിംഗ് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അടുത്തതായിട്ട് വേണ്ടത് അതിൻ്റെ മെഷീൻ ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. മെഷീൻ ആവശ്യമുണ്ടോ, ഉണ്ടെങ്കിൽ അതിന് മെഷീനറി എവിടെ കിട്ടും, ആ മെഷീനെ കുറിച്ചുള്ള സ്റ്റഡി നടത്തുക, മെഷീനറി മാനുഫാക്ചറർമാരായിട്ട് ബന്ധപ്പെടുക, ആ മെഷീനറിയുടെ കപ്പാസിറ്റി ഒരു ദിവസം എത്രയാണോ ഉൽപ്പാദിപ്പിക്കുക, അതിൻ്റെ വില എന്താവും, അതിനെന്തുമാത്രം കറണ്ട് ആവശ്യമായി വരും, ഈ കാര്യങ്ങൾ പരിഗണിക്കുക. അപ്പോൾ അഞ്ചാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ മെഷീനറി ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ള. മെഷീനറി പലയിടത്ത് പോയി നോക്കിയിട്ട് ക്വാളിറ്റിയുള്ള ഒരു മെഷീൻ, ക്വാളിറ്റിയുള്ള ഒരു ഡീലറിൽ നിന്ന് അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിൻ്റെ നിന്ന് വേണം വാങ്ങാൻ. കാരണം മെഷീൻ വാങ്ങുന്നത് പല മെഷീനുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞാണ് ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ കൃത്യനിഷ്ഠയില്ലാത്ത ഒരു മെഷീനറി മാനുഫാക്ചറാണെങ്കിൽ അതുമൂലം വലിയ തലവേദനകളുണ്ടാകാം. അപ്പോൾ നല്ല കൃത്യതയുള്ള കരാർ വെച്ച് ഒരു നല്ല മാനുഫാക്ചറുടെ നിന്ന് വേണം മെഷീനറി വാങ്ങുവാനായിട്ട്. അങ്ങനെ മെഷീനും തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ആ മെഷീൻ്റെ കൊട്ടേഷൻ നമ്മൾ വാങ്ങണം. കൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വില ആ മെഷീനറി മാനുഫാക്ചർ എഴുതി വാങ്ങുകയാണ്. അത് നമുക്ക് പ്രൊജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കാനായിട്ട് ആവശ്യമാണ്. അപ്പോൾ മെഷീനറിയുടെ കൊട്ടേഷനും വാങ്ങിപ്പോരുന്നു. അടുത്തതായിട്ട് വേണ്ടത് ആറാമത്തെ പോയിൻ്റ് ലാൻഡ് ആൻഡ് ബിൽഡിങ്. ഈ സ്ഥാപനം എവിടെ തുടങ്ങും,
ഇതിൻ്റെ മെഷീൻ വെക്കണം, മറ്റ് റോ മെറ്റീരിയൽ സ്റ്റോർ ചെയ്യണം, പ്രൊഡക്ഷൻ നടക്കണം, പ്രോഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് വെക്കണം. ഇതിനൊക്കെയുള്ള സ്ഥല സൗകര്യം വേണം. അപ്പോൾ സ്ഥലമില്ലാത്തടത്ത് ഞെരുങ്ങി സ്ഥല സൗകര്യമില്ലാത്തടത്ത് കൊണ്ട് മെഷീനൊന്നും പ്രവർത്തിപ്പിക്കരുത്. അതുകൊണ്ട് വിശാലമായ ആവശ്യമായ സ്ഥല സൗകര്യത്തോടു കൂടി യൂണിറ്റ് തുടങ്ങുന്നതിന് ആവശ്യമായ ഒന്നുകിൽ വാടകയ്ക്ക് എടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം സ്ഥലത്ത് ഇനി നമ്മുടെ സ്വന്തം കെട്ടിടം ഉപയോഗിക്കാം. അതും അല്ലെങ്കിൽ നമുക്ക് സ്ഥലത്ത് പുതിയൊരു ഷെഡ് വെച്ച് നമുക്ക് സ്ഥാപനം തുടങ്ങാം. അപ്പോൾ ലാൻഡ് ആൻഡ് ബിൽഡിങ് അടുത്ത കാര്യം. അപ്പോൾ ബിൽഡിങ് വാടകയ്ക്കാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അത് നമ്മൾ അതിൻ്റെ വാടക ചീട്ട് അല്ലെങ്കിൽ സമ്മതപത്രവും നമ്മൾ ആ ഉടമസ്ഥനയിൽ നിന്ന് എഴുതി വാങ്ങുക, അല്ലെങ്കിൽ വാടക ചീട്ട് നമ്മൾ എഴുതി വാങ്ങുക. ആ വാടക ചീട്ടിൽ നമ്മൾ ഇത് പറഞ്ഞിരിക്കണം, ഇന്ന യൂണിറ്റ് പ്രവർത്തിപ്പിക്കാനാണ് ഇത് വാടകയ്ക്ക് നൽകുന്നതെന്ന് അതിനകത്ത് കാണിച്ചിരിക്കണം. അങ്ങനെ ബിൽഡിങ്ങിൻ്റെ കാര്യം തീരുമാനമായി കഴിഞ്ഞാൽ അടുത്തത് വേണ്ടത് നമ്മൾ പ്രൊജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. പ്രൊജക്റ്റ് റിപ്പോർട്ട് ഈ കൊട്ടേഷൻ്റെയും ഈ സ്ഥലത്ത് ബിൽഡിങ്ങിൻ്റെ നമ്പരും ഒക്കെ കാണിച്ചുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളതിൻ്റെ എല്ലാ കണക്കുകളും സാമ്പത്തിക കാര്യങ്ങളും അല്ലാത്ത കാര്യങ്ങളും എല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിവരണമാണ് ഡീറ്റെയിൽഡ് പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ കഴിഞ്ഞെന്ന് വരികയില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ കൊട്ടേഷൻ, മെഷീൻ്റെ കൊട്ടേഷൻ, ബിൽഡിംഗ് നമ്പരും ഒക്കെ ആയിട്ട് നിങ്ങൾ തയ്യാറാക്കി വച്ചിരിക്കുന്ന കണക്കുകൾ, പ്രൊഡക്ഷൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ റോ മെറ്റീരിയലിൻ്റെ വില, അതിൻ്റെ എത്ര എണ്ണം ഉൽപ്പാദിപ്പിക്കുക, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ സ്റ്റഡി നടത്തിയിരിക്കണം. ഈ സ്റ്റഡി എല്ലാം വെച്ചുകൊണ്ട് അതിൻ്റെ കണക്കുകളുമായിട്ട് നിങ്ങൾ വ്യവസായ ഓഫീസിൽ ചെന്നാൽ അവർ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സഹായിക്കും, അല്ലെങ്കിൽ അവർ അതിന് വേണ്ടി ആരെങ്കിലും പരിചയപ്പെടുത്തി തരും. അപ്പോൾ ഈ 7 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ, ഇതൊക്കെ സമയമെടുത്തെന്ന് വരും, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടതാണ്, മെഷീനൊക്കെ ഉപയോഗിക്കുന്നതാണ്, കറണ്ട് ലഭ്യമാണോ, വലിയ മെഷീനൊക്കെ ഉപയോഗിക്കുന്നതാണെങ്കിൽ ഇലക്ട്രിക് പവർ അങ്ങോട്ട് ലഭ്യമാണോ, അത്രയും കണക്റ്റഡ് ലോഡ് ലഭ്യമാണോ എന്ന് കൂടെ ഇലക്ട്രിസിറ്റി ഓഫീസിലും അന്വേഷിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഈ പ്രൊജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുകയോ അല്ലെങ്കിൽ പ്രൊജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് മുമ്പായിട്ടോ നിങ്ങൾക്ക് താലൂക്ക് വ്യവസായ ഓഫീസുമായി ബന്ധപ്പെടാം, ജില്ലാ വ്യവസായ കേന്ദ്രവുമായിട്ട് ബന്ധപ്പെടാം. അപ്പോൾ താലൂക്ക് വ്യവസായ ഓഫീസിൽ ചേരുമ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും മാർഗ്ഗനിർദ്ദേശം 1 by 1 ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ലോൺ വെക്കാനുണ്ടെങ്കിൽ അതിന് വേണ്ട മാർഗ്ഗനിർദ്ദേശം, അതിന് വേണ്ട അപേക്ഷകൾ തയ്യാറാക്കി നൽകുന്നതിന് കാര്യങ്ങളെല്ലാം അവിടുന്ന് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതുപോലെ അനുമതികൾ, ലൈസൻസുകളുടെ കാര്യത്തിൽ വേണ്ട മാർഗ്ഗനിർദ്ദേശം അവിടുന്ന് നൽകുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈ കാര്യം സ്റ്റെപ്പായിട്ട് നിങ്ങൾ ചെയ്താൽ നിങ്ങൾ ഇതുവരെ അറിയാത്ത അനേക കാര്യങ്ങൾ അറിയാനും പുതിയ മേഖലകൾ തുറക്കപ്പെടാനും ഒരു നല്ല കരുത്തുറ്റ സംരംഭകനായിട്ട് ഒരു സംരംഭത്തിലേക്ക് കാല് വെക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. ഇതുപോലെയുള്ള വളരെ പ്രയോജനകരമായ ഇൻഫർമേഷൻസാണ് ഈ വീഡിയോയിലൂടെ തരുന്നത്. അതുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ വീഡിയോകൾ ഒന്നൊന്നായി കാണുന്നത് സമയമനുസരിച്ച് നിങ്ങൾ കാണുകയും അതിൻ്റെ നോട്ട് തയ്യാറാക്കുകയും ചെയ്താൽ നാളെ ഒരു കരുത്തുറ്റ സംരംഭകനായി നിങ്ങൾക്ക് മാറുവാൻ സഹായിക്കും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.